ഈ ലൈംഗികത എന്നുള്ളത് ഒരു ശാസ്ത്രമാണ്, അതൊരു സയൻസിൻ്റെ ബ്രാഞ്ചാണെന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും അറിയാൻ പാടില്ല. അതെന്തോ ദൈവീകതയാണെന്നോ അതൊരു സംസ്കാരമാണെന്നോ അതൊരു മാന്യതയുടെ സിമ്പിളാണെന്നോ ഒക്കെ ധരിക്കുന്നവരുണ്ട്. അല്ല, അതൊരു ശരീരത്തിൻ്റെ പ്രവർത്തനമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ശരീരഘടനപരമായും ചിന്താ രീതികളിലും അവരുടെ പെരുമാറ്റത്തിലും ആശയങ്ങളിലും മോഹങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. വളർന്നു വരുന്ന ഒരു കുട്ടിയിൽ 6 വയസ്സ് 7 വയസ്സൊക്കെ എത്തുമ്പോൾ സെക്സ് ഓർഗൻസിനെ കുറിച്ച് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആ സമയത്ത് ലൈംഗിക അവയവങ്ങൾ ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അധ്യാപകരോ രക്ഷകർത്താക്കളോ കുട്ടിക്ക് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ സന്താന ഉൽപ്പാദനം എങ്ങനെയാണെന്നും ലൈംഗിക ബന്ധങ്ങൾ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ദോഷവശങ്ങൾ എന്താണെന്നും എന്നുള്ളത് കുട്ടിക്ക് നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള രീതിയിലുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളുടെ അടുത്തോ ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരുടെ അടുത്തൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള പെരുമാറ്റ വൈകൃതങ്ങൾ സർവ്വസാധാരണമായിരിക്കുന്നത്. റേപ്പിൻ്റെ, ബലാത്സംഗങ്ങളുടെ എണ്ണം കൂടുന്നത്, നമ്മുടെ ലൈംഗിക വികൃത ഭാവങ്ങളുടെ എണ്ണം കൂടുന്നത്, വ്യഭിചാരത്തിൻ്റെ എണ്ണം കൂടുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് ഒരു സന്തോഷവും സംതൃപ്തിയും മനുഷ്യന് കൊടുക്കുന്നതാണ്. നമ്മൾ ആഹാരം, വിശപ്പ് തോന്നുന്നു ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് പോലെ ഏതൊരു വ്യക്തിക്കും ലൈംഗിക ആഗ്രഹം ഉണ്ടാകും. ആഹാരം കഴിച്ച് വിശപ്പ് മാറുന്നത് പോലെ ഒരു ലൈംഗിക സംതൃപ്തി നേടാനും എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ചും വളർന്നു വരുന്ന പ്രായത്തിൽ കൗമാരത്തിലും യൗവനത്തിലും എല്ലാം ആ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ആ പ്രായത്തിൽ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അവരെ നയിക്കാൻ, അവർക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുക്കാൻ, നല്ല സ്പർശനം എന്താ, തെറ്റായ സ്പർശനം എന്താ, നല്ല ചിന്ത ഏത്, തെറ്റായ ചിന്ത ഏത്, സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, പുരുഷനോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വളർന്നു വരുന്ന കുട്ടികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും യൗവന ആരംഭത്തിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾ കാണുന്നത്.